നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 54. എൻ്റെ പൊന്നു ചിത്രേച്ചി, എന്താ കാര്യമെന്ന് വ്യക്തമായിട്ടൊന്ന് പറ. എൻ്റെ പൊന്നു ദീപ, നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ അവൻ്റെ സ്വഭാവം എന്താണെന്ന്? നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു സ്വഭാവക്കാരനല്ല അവൻ. ആദ്യം അത് മനസ്സിലാക്കുക. അവൻ വ്യക്തമായൊരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നത് തന്നെ. എന്തുദ്ദേശം? അവനേക്കാളും പ്രായമുള്ള ഒരു രണ്ടാം കെട്ടുകാരെ വിവാഹം കഴിച്ച് അവൻ എന്തിനായി കുടുംബത്തിലേക്ക് വന്നതെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് അവരിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ ചേച്ചി. ഇഷ്ടപ്പെടുമ്പോൾ പ്രായക്കാരെങ്കിലും നോക്കുമോ? അയ്യോ, ഇതൊക്കെ വിശ്വസിച്ച് നിന്നാൽ മതി. എൻ്റെ ദീപേ, അവൻ വ്യക്തമായിട്ടൊരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നത്. ഒരു പണക്കാരി പെണ്ണിനെ വിവാഹം കഴിച്ച് അവളുടെ സ്വത്തും കൈക്കലാക്കി ജീവിതകാലം മുഴുവൻ ജീവിക്കുക, അതാ അവൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി അവൻ നിങ്ങളെയൊക്കെ കയ്യിലെടുത്തു. എനിക്കതാ മനസ്സിലായത്. ആളായിട്ട് സുഖമായിട്ട് ജീവിക്കുക, ഈ കുടുംബത്തിലവരുടെ സ്വത്തും കൈക്കലാക്കാം. മീനുവിനെ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും? നമ്മുടെ സ്വത്തിൻ്റെ ഒരു പകുതിയോളം മീനുവിനുള്ളതല്ലേ, അവൻ കൊണ്ടുപോകും. വെള്ളിയേട്ടനെയും ഇവിടെയുള്ള എല്ലാവരെയും കയ്യിലെടുത്താൽ അതിൽ നിന്നും അവന് കിട്ടും. അവൻ തന്നെ ഈ കുടുംബം അങ്ങ് ഭരിക്കാം എന്നൊക്കെയായിരിക്കും അവൻ്റെ ഉദ്ദേശം. എനിക്കങ്ങനെയാണ് തോന്നിയത്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? വല്ല ബോധമുണ്ടോ സുത്രേച്ചി? ദീപ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എൻ്റെ പൊന്നു സുത്രേച്ചി, അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ എന്താ ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനൊരു വെറും പാവം തന്നെയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമായി. അവൻ ഇന്ന് വരെ ഒരു അധികാരം കാണിച്ചിട്ടില്ല. ഈ കുടുംബത്തിലേക്ക് വന്ന മരുമകനാണ് നമുക്ക് വേണമെങ്കിൽ പറയാനുള്ള ഒരേ ഒരു മരുമകൻ. ഈ കുടുംബത്തിൽ മീനുവിൻ്റെ സ്ഥാനം എന്താണെന്ന് സുത്രേച്ചിക്കറിയില്ലേ? അവളുടെ ഭർത്താവാണവൻ. എന്നിട്ട് പോലും അവൻ എത്ര വിനയത്തോടെയാണ് അത്രയോ നമ്മളോടൊക്കെ പെരുമാറുന്നത്. എന്തൊരു സ്നേഹമാണെന്നറിയാവോ? എൻ്റെ പൊന്നു ദീപേ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നിങ്ങളെല്ലാവരെയും അവൻ സ്നേഹം നടിച്ച് കയ്യിലാക്കി. അതാണ് അവൻ്റെ ആദ്യത്തെ ആവശ്യം. അതെന്തായാലും അവൻ നേടിയെടുത്തു. അതുകൊണ്ടാണല്ലോ നിൻ്റെ വല്യേട്ടൻ അവനെ ദത്തുപുത്രനായിട്ട് പ്രഖ്യാപിച്ചത്. ഇതൊക്കെ സുചിത്രയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അവനോടൊത്ത് കുറച്ച് സമയം ചെലവഴിച്ചാൽ തന്നെ ഈ ഒരു തെറ്റിദ്ധാരണ മാറിക്കിട്ടും. എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെ തെറ്റിദ്ധാരണ അല്ല ദീപ, നിങ്ങൾ ലോകം കണ്ടിട്ടില്ല. ഈ വീടിനപ്പുറത്തേക്കുള്ള ഒരു ലോകം കാണാത്തത് കൊണ്ടാണ്. ഇന്നത്തെ കാലത്തുള്ള ആമ്പിള്ളേർക്കൊക്കെ ഇത്രേ ലക്ഷ്യമുള്ളൂ. എങ്ങനെയെങ്കിലും പണക്കാരെ ഒരു പെണ്ണിനെ കറക്കിയെടുക്കുക, പിന്നെ അവളുടെ സ്വത്ത് കൊണ്ട് ജീവിതകാലം വഴി അടിച്ചു പൊളിച്ച് ജീവിക്കാം. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ദീപയ്ക്ക് മനസ്സിലാവും. എൻ്റെ പൊന്നു ചിത്രേച്ചി, വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇപ്പോഴും അവൻ ആ സൂപ്പർ മാർക്കറ്റ് തന്നെ ജോലി എടുക്കുന്നുണ്ട്. അവന് വല്യേട്ടന് എന്ത് കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ അവന് താല്പര്യമില്ലാതെന്നാണ്. എന്തിന് ഇപ്പം ഇവിടെ അറേഞ്ച് ചെയ്ത ഈ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അത് അവൻ നിർബന്ധിച്ചാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നത്. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് പോലും അവൻ എടുക്കാൻ തയ്യാറായില്ല. അത്രയും വലിയൊരു മനസ്സാണ് അവൻ്റേത്. അതേ ദീപ, നിങ്ങളെല്ലാവരെയും കയ്യിലാക്കാൻ അവൻ്റെ മിടുക്കുണ്ട്. അതവൻ കാണിച്ചു. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ചേച്ചിയോട് വാദിക്കാനൊന്നും താല്പര്യമില്ല. പക്ഷെ ചേച്ചി ഇപ്പോൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഒരു പാവം പയ്യനാച്ചി. ചേച്ചി വെറുതെ അവനെ തെറ്റിദ്ധരിക്കുകയാണ്. എൻ്റെ പൊന്നു ദീപം, ഞാൻ പറഞ്ഞല്ലോ ദീപ, നിങ്ങളെയൊക്കെ കയ്യിലെടുത്ത് അവൻ കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി ആരവനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും മാറ്റി പറയില്ല. അത് അവൻ്റെ മിടുക്കാണ്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ വീട്ടിൽ പോലും കേട്ടാൻ കൊള്ളാത്ത ഒരുത്തനാണ്. അത്രയേ ഉള്ളൂ. ദേ സുത്രേച്ചി, അനാവശ്യം പറയരുത് കേട്ടോ. നിനക്കെതിനാ ദീപ അവനെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും ദേഷ്യം? പിന്നല്ലാണ്ട് എന്താ ഇപ്പം പറഞ്ഞെന്നറിയാവോ? വീട്ടിൽ കേട്ടാൻ കൊള്ളില്ല. എന്താ, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, മനസ്സിലായോ? ഞാൻ അതാ ചേച്ചി പറഞ്ഞത്, അനാവശ്യം പറയരുതെന്ന്. ദീപ, നിന്റെ ഭർത്താവല്ലവൻ. അല്ല, ഭർത്താവാണെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ എൻ്റെ സഹോദരനെ പോലെ കാണുന്നുണ്ടവനെ. എൻ്റെ സഹോദരനെ പോലെ ഞാൻ കാണുന്ന ഒരു പയ്യനെക്കുറിച്ച് ഒരു അനാവശ്യം പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കണോ? ദീപ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്ക്. നീ എന്നോട് ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ. എനിക്കത് തന്നെയാണ് സുചിത്രയോട് പറയാനുള്ളത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എന്നും തോന്നിയതുപോലെ പറയാമെന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ച് അവനെക്കുറിച്ച് എനിക്ക് കേൾക്കാൻ തീരെ താല്പര്യമില്ല. ദീപ, നീ എന്തിനാ ഇത്രയും ദേഷ്യം കാണിക്കുന്നേ?
നീ ഇന്ന് വരെ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല, അറിയാവോ? ഇന്ന് വരെ ചേച്ചി മോശമായിട്ട് ആരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അതുകൊണ്ടാ ഇങ്ങോട്ട് കൊടുക്കുന്നതല്ലേ അങ്ങോട്ട് തരാൻ പറ്റുള്ളൂ. അത്രേ ഞാനും പറഞ്ഞുള്ളൂ. അവനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ എൻ്റെ റിയാക്ഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ദീപ, ഞാൻ നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. അവൻ ഇന്നലെ കയറി വന്നവനാ. അവന് വേണ്ടി നീ എന്നോട് വാദിക്കുകയാണോ? ഇന്നലെ കയറി വന്നതാണോ ഇന്ന് കയറി വന്നതാണോ എന്നല്ല, സ്ഥാനം നോക്കിയിട്ടല്ല ഒരാളുടെ സ്വഭാവം വിലയിരുത്തേണ്ടത്. എനിക്ക് അവൻ്റെ സ്വഭാവം ബോധിച്ചു. എനിക്ക് അവൻ എൻ്റെ സ്വന്തം അനിയനെ പോലെയാ, അത്രയേ ഉള്ളൂ. അവനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കില്ല. ദീപ, സുചിത്രേച്ചി, എനിക്ക് സുചിത്രയോട് അത്രയും ബഹുമാനമുണ്ട്. ഇതുവരെ ഞാൻ ബഹുമാനം വിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ട് പറയാണ്, അവനെക്കുറിച്ച് ഇനിയും മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നല്ല രീതിയിൽ പ്രതികരിക്കും, അത്രയേ ഉള്ളൂ. ഇതും പറഞ്ഞ് ദീപ പെട്ടെന്ന് അവിടെ നിന്ന് പോയി. സുചിത്ര ശരിക്കും ഒന്ന് നെട്ടി. ദീപയുടെ വാക്കുകൾ. ഏട്ടൻ്റെ മൂത്ത ഭാര്യ എന്ന രീതിയിൽ എപ്പോഴും സുചിത്രയ്ക്ക് ആ കുടുംബത്തിൽ ഒരു സ്ഥാനമുണ്ട്. വല്യേട്ടൻ്റെ ആ ഭാര്യയ്ക്കുള്ള സ്ഥാനം. ഇന്ന് വരെ സുചിത്രയോട് കയർത്തിട്ട് ആരും സംസാരിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ദീപ തന്നോട് തട്ടിക്കേറിയത്. അത് സുചിത്രയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇവൻ വല്ലാത്തൊരു മിടുക്കൻ തന്നെ, സുചിത്ര മനസ്സിലുറപ്പിച്ചു. എന്തായാലും സുചിത്ര തൻ്റെ മക്കളുടെ അടുത്തേക്ക് നടന്നു. എന്തുപറ്റി? അമ്മയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നു. സുചിത്രയെ കണ്ട ഉടൻ മകൾ ചോദിച്ചു. ഒന്നുമില്ല മക്കളെ, ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയൊരുത്തൻ, അവനൊരു തലവേദന തന്നെയാണ്. അത് മനസ്സിലായി. കുറച്ചു മുമ്പ് അച്ഛൻ പറഞ്ഞ ആ പയ്യനല്ലേ? അതേന്നെ. എന്നിട്ട് ആ ദീപ എന്നോട് കയർത്തു, അവനക്ക് വേണ്ടി വാദിച്ചു. എല്ലാവരെയും സ്നേഹം നടിച്ച് അവൻ വളച്ചു, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. അതേന്ന്. എന്നിട്ട് ഈ പൊട്ടന്മാർക്കത് മനസ്സിലാവുന്നില്ല. എൻ്റെ മക്കളതിലൊന്നും വീണരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെ പൊന്നമ്മ, എന്തൊക്കെയായി പറയുന്നത്? അവനെ പോലൊരുത്തിനെ കണ്ട് ഞങ്ങൾ വീഴാനോ? അമ്മയ്ക്ക് അറിയില്ലേ ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന്? നിന്റെ അച്ഛൻ എങ്ങനെയാ അവൻ വീഴ്ത്തിയെന്നാ ഞാൻ ഓർക്കുന്നത്. അതാ എനിക്കും മനസ്സിലാവാത്തത്. ഈ സ്റ്റാറ്റസിനൊക്കെ ഇത്രയും വാല്യൂ കൊടുക്കുന്ന ഒരാളായിരുന്നല്ലേ അച്ഛൻ. ആ അച്ഛനെയൊക്കെ എങ്ങനെയും വീഴ്ത്തിയത്? വല്ലാത്തൊരു സംഭവം തന്നെ. സൂക്ഷിക്കണം, എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങളോട്. എൻ്റെ അമ്മ പേടിക്കണ്ട. ഞങ്ങളെ വീഴ്ത്താനുള്ള അടവൊന്നും അവൻ്റെ കയ്യിലില്ല. നമ്മുടെ ഒരു സ്റ്റാറ്റസ് നമുക്കറിയില്ലേ, നമ്മളെന്തായാലും അത് വിട്ട് താഴെ പോവില്ല. പിന്നെ സൂക്ഷിക്കണം അമ്മ പറയേണ്ടത് അമ്മയുടെ മൂത്ത മോളോടാ, ഞങ്ങളോടല്ല. അവൾ ചിലപ്പോൾ വീഴും. അവളെവിടെ ആ കാവ്യ? എനിക്ക് അവളെ തന്നെയാണ് പേടിക്കേണ്ടത്. ഇവനെപ്പോലെ ഒരുത്തൻ കുടുംബത്തിൽ വന്ന് കയറിയ പിന്നെ എൻ്റെ സമാധാനം പോയി, അത്രയും പറഞ്ഞാൽ മതി. ആ അപ്പുറത്തുണ്ട് വല്യേട്ടൻ പരിചയപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞ് അങ്ങ് വല്യേട്ടെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് വരട്ടെ. എന്തായാലും അവളെ സൂക്ഷിക്കണം. നിങ്ങളെനിക്ക് പേടിയില്ല. എന്നാലും പറയാം മക്കളെ, നിങ്ങൾ അച്ഛനെയും ഈ കുടുംബത്തിലെ മൊത്തം ആൾക്കാരെ അവൻ സ്നേഹം നടിച്ചാണ് വീഴ്ത്തിയിരിക്കുന്നത്. നിങ്ങളും സൂക്ഷിക്കണേ, അവൻ്റെ വലയിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അവൻ്റെ വലയിൽ ഞങ്ങൾ പെടുമെന്നോ? അവനെപ്പോലുള്ളൊരു എന്താ പറയണ്ടേ, അത്രയും ചീപ്പായ ഒരുത്തനെ ഞങ്ങളങ്ങ് വീഴ്ത്താൻ പറ്റുമെന്നോ? ഞങ്ങളെക്കുറിച്ച് അമ്മയ്ക്കൊരു ഐഡിയ ഇല്ല. അയ്യോ മക്കളെ, അങ്ങനെ പറഞ്ഞതല്ല. ഇന്നത്തെ കാലം അങ്ങനെയല്ലേ, അത് വെച്ച് പറഞ്ഞതാ. അമ്മ മൂത്ത മകളെ ചെന്ന് ഉപദേശിക്ക്, അവൻ വീഴും. അവളെ വീഴുള്ളൂ, അല്ലാതെ ഞങ്ങളെക്കുറിച്ച് പേടിക്കണ്ട. സുചിത്രയോടെ മക്കൾ രണ്ടുപേരും പറഞ്ഞു. ഇതും കേട്ട് ആശ്വാസത്തിൽ സുചിത്ര തൻ്റെ മൂത്ത മകളായ കാവ്യയെ തേടി നടന്നു. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.